ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജലാറ്റിനും ചൈനാഗ്രാസും ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. പാലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. കീപ് വാച്ചിങ് ഗൈസ്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തത്. 1 ലിറ്റർ പാല് നമ്മൾ ഒരു പാനിൽ ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് പാലിലേക്ക് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുഡിംഗ് ആകുമ്പോൾ നല്ല കൂടുതൽ ഷുഗറാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് കുറച്ചധികം തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ആകുമ്പോൾ വേഗം ഒന്ന് തിക്കാവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. വേഗം തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിവിടെ 2 മുട്ടയുടെ യെല്ലോ പോർഷൻ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചൂട് പാല് കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആകാനുള്ള പാല് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ മുട്ട വേഗം ഒന്ന് വെന്ത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കുന്ന ഭാഗം എൻ്റെ നിന്ന് മിക്സായിപ്പോയി. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പുഡിങ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാല് നല്ല ചൂടുള്ളതായതുകൊണ്ട് ബട്ടർ വേഗം മെൽട്ടായി കിട്ടും. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ചെറിയ ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് മാംഗോ കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സൈഡിലൊക്കെ ഒന്ന് മാംഗോ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ ഒരു ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ചെറിയൊരു ചൂടാറിയതിന് ശേഷം തന്നെ ഒരു പകുതി ഹാഫ് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ പുഡിങ്. നമ്മൾ ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പുഡിങ് നല്ലപോലെ സെറ്റായി കിട്ടും. നല്ല ടേസ്റ്റിയുണ്ട്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.